രണ്ട് ചോയ്സാണ് നമ്മുടെ മുമ്പിൽ. ഒന്ന്, ദുനിയാവിൽ കഷ്ടപ്പെടുക, ആഖിറത്തെ സ്നേഹിക്കുക. അല്ലെങ്കിൽ ആഖിറത്തിൽ ദുനിയാവിനെ സ്നേഹിക്കുക, നിഴലിനെ പ്രണയിക്കുക, ആഖിറത്തിൽ കഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ്. അള്ളാഹു ഏറ്റവും മെച്ചമായി തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹു ഏറ്റവും മെച്ചമായി തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ആഖിറത്തിനെ സ്നേഹിച്ച ആളുകൾ അവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിന്റെ ആംഗണത്തിലെ സഹാബത്തുകൾ ചിതറിത്തെറിക്കുമ്പോൾ നാല് ഭാഗത്തേക്കും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് സഹാബത്തുകൾ മുഴുവൻ ചിതറിത്തെറിച്ചു പോകുമ്പോൾ إلى مغفرة من ربكم وجنة عرضها السماوات وعدت للمتقين. അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരിക, ആകാശഭൂമികളേക്കാൾ വിശാലമായ ദുനിയാവിലേക്ക് നിങ്ങൾ ഓടി വരിക എന്നല്ലാഹുവിന്റെ റസൂലിന്റെ ആയത്ത് ഓതുമ്പോൾ ആ സമയത്താണ് ഉമയ്യ ഇബ്നു ഹമാം റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നത്. ആ ഈത്തപ്പഴത്തിന്റെ പകുതി അണ്ണാക്കിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ സമയത്താണ് നബിയോട് ചോദിച്ചത്, നബിയേ അജന്നത്തിന് ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗമോ നബിയേ? അതേ ഉമൈറേ, അതേ ഉമൈറേ, നീ കാണാത്ത സ്വർഗത്തിന് ആകാശഭൂമികളേക്കാൾ വിശാലതയുണ്ട് ഉമൈറേ. എവിടെയാണ് കുതിരക്കുളമ്പടിയുടെ ധ്വജത്തിന്റെ ഏറ്റവും വലിയ കുളമ്പടി ശബ്ദം കേൾക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. പള്ളിയുടെ മിഹ്റാബിലല്ല, ഇത്തിഖാഫിൽ ഇരിക്കുമ്പോഴല്ല, ദിക്റിന്റെ മജ്ലിസിലല്ല, വാൽതലത്തുകൾ അന്തരീക്ഷത്തിൽ ആഞ്ഞുവെക്കുന്ന പല പറപ്പിലാണ് ചോദ്യം വരുന്നത്. സേനാനായകൻ പറയുന്നു, സ്വർഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ട്. ഉണ്ടോ നബിയേ? ഉണ്ട് മേരെ അത് നബിയെ എന്ന് പറഞ്ഞിട്ട് തന്റെ വായിൽ കിടക്കുന്ന പകുതി നിന്ന കാരക്ക കയ്യിലെടുത്തിട്ട് ആ കാരക്ക വലിച്ചു വെളിയിലേക്ക് എറിഞ്ഞിട്ട് അരപ്പട്ടയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാളെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമൈറേ എന്തിനാണ് ഈ പകുതി തപസ്സന എടുത്ത് കളഞ്ഞത്? അതുപോലെ ചുണ്ടിട്ട് പോലെ ഉമൈറേ. വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട നബിയേ. ആ പകുതി തപ്പണം തിന്നുന്ന സമയം അതൊരു വലിയ ദൈർഘ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നബിയേ. ആ സമയം കൂടി ദുനിയാവിൽ നിന്നാൽ ആഖിറത്തിലേക്ക് എനിക്ക് അത്രയും സമയം പിന്നേണ്ടി വരില്ലയാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയേ വായിൽ വെച്ച പകരീത്തപ്പഴം വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രണയിച്ചവര് അവരാണ് ومدور لها سرقا وغربا وحال البحر مغترق الهيبا. അള്ളാഹുവിന്റെ ഭീരൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കുതിരകളുമായി കടലിലോട്ട് എടുത്തുചാടി അള്ളാഹുവിന്റെ ആഗ്രഹത്തെ പ്രണയിച്ച ആളുകൾ അവരാണ് ലോകത്തോട് പറഞ്ഞു കൊടുത്തത്, ഈ ദുനിയാ അകല്ലു മിനൽ കലീലി വാശിഖുഹാ അകല്ലു മിനൽ ദലീൽ. ആഖിറത്തെ പ്രണയിച്ചവർ നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ, പകുതി ഈത്തപ്പഴം തിന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലാവൂല. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തന്നെ കുതിര വലിയ ജീവിയാണ്, പക്ഷെ ചെവി ചെറുതാണ്. കഴുത ചെറിയ ജീവിയാണ്, ചെവി വലുതാണ്, പക്ഷെ കഴുത മഹാമണ്ഡലമാണ്. കുതിര വലിയ ജീവിയാണ്, കുതിരയുടെ ചെവി ചെറുതാണ്. കഴുത കുതിരയെ അപേക്ഷിച്ച് ഇവിടുത്തെ കഴുത വലുതാണ്. കുതിരയെ അപേക്ഷിച്ചിട്ട് കഴുത ചെറുതാണ്, പക്ഷെ അതിന്റെ ചെവി ഇത്രയുണ്ട്. കുതിര ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ്. കുതിര
والعاديات ضبحا فالموريات قدحا فالمغيرات صبحا. തന്റെ യജമാനനെയും പുറത്തു വഹിച്ചുകൊണ്ട് വാതിൽ തിരക്ക് കൂട്ടിപ്പിടിക്കുന്ന യുദ്ധത്തിലേക്ക് പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഈ ആയത്തിറങ്ങേണ്ട താമസം ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കഴുതയെ പിടിച്ചുള്ള സത്യം ചെയ്യില്ല, ആനെ പിടിച്ച് സത്യം ചെയ്യില്ല, എന്താണ് നബിയെ കുതിരയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം എന്താണ്? ഹബീബായ നബി പറഞ്ഞത്, ഖൈറു മഅഖൂദും ബിനവാസിഹിൽ ഖൈറു, കുതിരയുടെ നാസികയിൽ നന്മ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിര ബുദ്ധിയുള്ളതാണ്. ഈ ചെവിയിൽ ഒരു ചെറിയ സുഷിര ഉണ്ടെങ്കിലേ ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം കാറ്റ് മെല്ലെ അകത്ത് കയറണം. കാറ്റ് അകത്ത് കയറിയാലേ ബുദ്ധി വർക്ക് ചെയ്യും. കുതിര ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാ. അപ്പൊ അതിന്റെ ചെവി ചെറുതാണ്. കാറ്റിൽ അല്പം തട്ടിയാൽ മതി, കുതിരയ്ക്ക് ബ്രെയിൻ വർക്ക് ചെയ്യും. കഴുത വിവരമില്ല, ഇത്രയും വലിയ ചെവിയുണ്ട്, ഓൾ ഇത്രയും വലുതുമാണ്. ഒരു കൊടുങ്കാറ്റ് കയറിയാലും കഴുത വിട്ട് ചിന്തിക്കൂല. നമ്മൾ ഏതാണ്ട് അങ്ങനെയൊക്കെയ. ഈ കാറ്റ് അടിച്ചു കയറിയാലും എന്താ അങ്ങനെ ആവൊരു സഹോദരങ്ങളെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ നിഴലിനെ വേണ്ട എന്ന് വെച്ചത്. നിഴലിനെ വേണ്ട എന്ന് വെച്ച് അവർ പ്രണയിച്ചില്ല. ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന് കപ്പലിൽ സഹാബത്തുമായി പോയി. നേരെ പോയി ദ്വീപിൽ കയറി. കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, കപ്പല് കഴിച്ചു കളഞ്ഞേക്കുക, കപ്പല് കത്തിച്ച് കളഞ്ഞേക്കുക, നടുക്കടലിൽ നിൽക്കുക. കപ്പലിന് നങ്കൂര വിട്ടു, ഇറങ്ങിക്കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു, കപ്പല് കത്തിച്ച് കളഞ്ഞേക്കുക. അപ്പൊ ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നടുക്കടലിൽ വന്നിട്ട് കപ്പല് കത്തിച്ച് കളയാനാ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക? ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത് ചില അസാമാന്യ വ്യക്തികൾക്ക് കഴിയും, അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല. എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല. അങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല, ശൈഖുനാർക്കും കഴിയില്ല. എന്തേ ഉള്ളൂ, അതൊക്കെ ചില ആളുകൾക്ക് കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു നടുക്കടലിൽ ഒരു ദ്വീപിൽ, വലത്തു ഭാഗത്തും കടല്, ഇടതു ഭാഗത്തും കടല്, മുമ്പിലും കടല്, പുറകിലും കടല്, വന്ന കപ്പല് തീർത്തു. ആ സമയത്ത് അലയടിക്കുന്ന തിരമാലകളുടെ നടുവ് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഇനി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യയെ തിരിച്ചുപോയി കാണാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കവളത്തിൽ മുത്തം കൊടുക്കാൻ കഴിയുക? താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല പറഞ്ഞു, അതിന് നമ്മൾ ഇവിടേക്കാ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്നവരല്ലേ കപ്പലാവശ്യമുള്ളൂ. നമ്മളെ പണച്ചടപ്പിലേക്ക് തിരിച്ചു പോകാമെന്നവരല്ലേ നമ്മൾ. ആരാ? മടക്കയാത്ര ആഗ്രഹിച്ചവരല്ലേ കപ്പലാവശ്യമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരമാലകളുടെ നടുവിൽ പോയിട്ട് ആ തിരമാലകളുടെ നടുവിൽ വെട്ടപ്പെട്ട ദ്വീപിൽ വെച്ച് കടന്നു വന്ന വാഹനം കത്തിച്ചു കളയാം. ലോകത്തേടെങ്കിലും ഒരു മനുഷ്യനെ കെടുക്കിട്ടുണ്ടെങ്കിൽ അവൻ നിഴലിനോട് യുദ്ധം ചെയ്തവനല്ല, അവൻ ഈ നിഴലിനെ പ്രണയിച്ചവനല്ല. ഇനി എവിടേക്കാ പോകേണ്ടതെന്നറിയോ? ഈ കടലിടുക്കിൽ കിടന്ന് മരിച്ചിട്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണം. അതിനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോ പറയുന്ന നിഴലിനെ പ്രണയിച്ചവരാണ്. അങ്ങനെ ആവരുത്. ഒരു 4 ഗുണം നമുക്ക് വേണം. അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് വന്നു തീരും. 4 ഗുണം ഇവിടെ നിന്നുണ്ടാക്കണം. അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അള്ളാഹു ഞങ്ങളെ ആക്കി തരട്ടെ.
ഈ നിഴലിനെ പ്രണയിക്കരുത്. നിഴലിൽ ജീവിക്കുമ്പോൾ 4 ഗുണങ്ങൾ വേണമെന്നാണ് മഹാന്മാർ പറയുക. അത് ഞാൻ പറയാം. അതുകൊണ്ട് ഈ നിഴലിനെ പ്രണയിക്കാൻ, അതുകൊണ്ടാണ് ഒരു നാടുമുട്ട സിംഹാസനം മുഴുവനും കയ്യിലിരിക്കുകയാണ്. വെഞ്ചാമരം വീശുന്ന ലലനാമണികളായ തോടികൾ, സ്വർണ്ണ ചഷകങ്ങൾ പാനം ചെയ്യാൻ, സഞ്ചരിക്കാൻ പല്ലക്കുകൾ, രാവിലെയും വൈകുന്നേരവും മാറി ഉടുക്കാൻ സ്വർണത്തിന് നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ. ആരെവിടെ എന്ന് ചോദിച്ചാൽ അടിയനെന്ന് വിളിച്ചു പറയാൻ ആയിരക്കണക്കിന് ആളുകൾ, നഖം വെട്ടാനും മുടി വെട്ടാനും പരിചാരകന്മാർ, രോഗം വന്നാൽ ചികിത്സിക്കാൻ 4 ഭാഗത്തും വൈദ്യന്മാർ. ഇങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന എല്ലാ വലിയ സുഖലോലുപതയുടെയും നടുവില് താമസിക്കുന്ന മഹാരാജാവ്, അയാൾ ആ സൗഭാഗ്യം വിട്ടുകളയൂ? ഇല്ല. അതാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് ലോകത്ത് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സുൽത്താന്മാർക്കും അറിയാം ഇത് തെറ്റാണെന്ന്. എനിക്ക് തെറ്റാണെന്ന് ബോധ്യമായിട്ടും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാത്തത് തനിക്ക് കയ്യിൽ കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉറപ്പ്. അതിലെനിക്ക് യാതൊരു ആരാണെങ്കിലും എന്റെ പ്രിയം, എനിക്കൊരു തെറ്റു പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ബോധ്യം എനിക്കുണ്ടാവണം. തെറ്റാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവൻ ദുനിയാവിലെ സുൽത്താനായേക്കാം ചിലപ്പോൾ, പക്ഷെ ആഖിറത്തിലെ സുൽത്താനാവൂല. ദുനിയാവു അവധി ആഖിറത്തിൽ, ആഖിറത്തിൽ ഏറ്റവും ഗതികെട്ടവൻ അവനായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. മനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് വലുതാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായാൽ പറയാൻ കഴിയില്ല. കാരണം എന്താ പറഞ്ഞാൽ തഴപ്പവും. അതല്ല രാഷ്ട്രീയത്തിൽ വരെ സാമുദായികത്തിൽ വരെ. ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. സ്ഥലം ഭീമാപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് പേടിയുണ്ടെന്നല്ല, എൻ്റെ സ്നേഹമുള്ളവരെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ നിഴലിനെ തള്ളിപ്പറയുന്ന മഹാന്മാരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിഴലിനെ തള്ളിപ്പറയുമ്പോഴാണ് മഹാനാവുക. അല്ലാതെ കൂടെ നിൽക്കുന്നവൻ ഇവൻ മഹാനാന്ന് പറഞ്ഞാൽ അവൻ മഹാനാവില്ല. അതൊരു മാതിരി നെറ്റ്വർക്ക് കറാമത്ത്. നെറ്റ്വർക്ക് കറാമത്ത് എന്ന് പറയുന്ന കറാമത്തുണ്ട്. ഞാനൊരു അത്ഭുതം കാണിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, നീ അത് അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു ശൈഖുന കറാമത്ത് ആണ്. അടുത്ത ആളോട് പറഞ്ഞു. ഇങ്ങനെ ബായ്ക്കിലോട്ട് പറഞ്ഞു. ഇതാണ് നെറ്റ്വർക്ക് കറാമത്ത്. അവിടെ ഏറ്റവും പുറയിരിക്കുന്നോട്ട് കണ്ടിട്ടുമില്ല. ഇത് ദുനിയാവിന്റെ ശൈലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നല്ല മഹാന്മാരാക്കി നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല മഹാന്മാരായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവരാണ് നിഴലിനെ തല്ലി പറയുന്ന മഹാന്മാർ. മഹാനാകണമെങ്കിൽ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹാനാവണം? വേണോ? ആകണം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഇത് മഹാൻ എന്ന് പറഞ്ഞാൽ ആർക്കും സമ്മനാടിസ്ഥാനത്ത് കിട്ടിയതൊന്നുമല്ല. പച്ചത്തലപ്പുള്ള മാത്രം മഹാനാവൂ, അല്ലെ ഈ വെള്ളക്കുപ്പായിട്ടോ മാത്രം മഹാനാവൂ. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരൻ മഹാനാവൂല. അങ്ങനെ മഹാനാർക്കും ആവാം. ഒറ്റ നിബന്ധന പറഞ്ഞിട്ടെ ആവോ. لولا أن الشياطين يهومون على قلوب بني آدم لنظروا إلى ملكوت السماء. എന്റെ പൊന്നഭിമാപള്ളിയിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ, ആത്മീയ ചൂഷണത്തിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ താരത്തോട്ടിൽ നിൽക്കുന്ന സാദാ സീതാ നിനക്ക് മഹാനാവാം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ലൗലാ അന്ന ശയാതീന യഹ്റുമൂന അലാ ഖുലൂബി ബനി ആദം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ പിശാചിനെ വെളിയിലാക്കുക, എന്നാൽ അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്ത് കാണുന്ന രഹസ്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യഥാർത്ഥത്തിൽ എന്താ? ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. അതിനെ ഇറക്കി വിട്ടാൽ നീ മഹാനാവും. പക്ഷെ അതിറങ്ങി പോവില്ല. അതിറങ്ങി പോവില്ല.
കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസിനെ ഇറക്കി വിട്ടാൽ ഈ ടാറിട്ട റോഡിൽ ഇരുന്നിട്ട് ആകാശത്തോട്ട് നോക്കിയിട്ട് ചൊവ്വയിൽ ഇപ്പൊ എന്താ നടക്കണെന്ന് ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയും. ഉറപ്പ് പറഞ്ഞത് അഹമ്മദ് കബീർ അല്ല, സഹീഹുൽ ബുഖാരി, ഇമാമിന് ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ നടക്കൂലോ. അപ്പൊ ഒറ്റ കാര്യങ്ങൾ എന്തേ ഉള്ളൂ, ശൈത്താൻ ഇറക്കി വിടണം. അപ്പൊ ശൈത്താൻ കൂടെയുള്ളവൻ എന്ത് ചെയ്താലും, ശൈത്താൻ കൂടെയുള്ളവൻ അവൻ ഏത് അത്ഭുതം കാണിച്ചാലും അത് കറാമത്തല്ല, അത് അവൻ സാഹിറാണ്, അവൻ മന്ത്രവാദിയാണ്. അവൻ ശൈത്താൻ കൂടെയുള്ളവൻ ഏത് കാര്യം കാണിച്ചാലും അത് കറാമത്തല്ല, അതെന്താണ്, അത് സിഹറാണ്. രണ്ട് മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് പോയാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ വിഷയം തന്നെ ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട്, ഖുർആനും സിഹറും. ഖുർആനും സിഹറും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എന്താ അതെന്തുകൊണ്ടാവില്ല? എന്റെ നാട്ടിൽ ഒരു ചുമട്ടുകാരനുണ്ട്. അയാളുടെ ജോലി ചുമടി വെക്കല. അയാൾ അത്യാവശ്യം ചില മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും. ചെറിയ മാജിക്കുകാരനോ. അയാൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അയാൾ, ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥി നടന്നു ഇവിടെ ഇടുക്കിയില്, അവിടെ അയാൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ചുമട്ടുകാരൻ, കൂലിപ്പണിക്കാരന് തടി വെട്ടാൻ പോകും, ഓടാലിയായി കുന്താലിയുമായിട്ട് കളിക്കാൻ പോകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോ സ്കൂളിൽ മാജിക്ക് കാണാൻ വരും. ഒരു ദിവസം അയാൾ സ്കൂളിൽ മാജിക്ക് കാണിക്കാൻ വേണ്ടി വന്നു. ഒരു വെള്ള പേപ്പർ എടുത്ത് കയ്യിലെടുത്ത് ഞങ്ങളോട് ചോദിച്ചത് എന്താണെന്നറിയാവോ? അതെ, ഇത് വെള്ള പേപ്പറാണ്. എന്താ ഞങ്ങൾ വെള്ള പേപ്പറാ. 4 കറക്കൊക്കെ കറക്കി ഒരു പൂവൊക്കെ വിളിച്ചു. പിന്നെ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ അത് 1000 രൂപയുടെ നോട്ടായി മാറി. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ ഈ മനുഷ്യൻ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടി അയാൾ കോടാലും തോളി തൂക്കി മരം വെട്ടാൻ പോകുന്നു. ഞാനോട്ട് പടച്ചോനെ, ഈ പാവപ്പെട്ടവൻ അതിന് പോണ എന്തിനാ? ഇയാൾ 10 വെള്ള പേപ്പർ എടുത്ത് 1000 രൂപയ്ക്കാ പോട്ടെ. എടാ മോനെ, ആ 1000 രൂപ കൊടുത്ത റേഷക്കടയിൽ അരി കിട്ടൂല. മന്ത്രവാദി അയാൾ വെള്ള പേപ്പറിൽ കാണിച്ച 1000 രൂപ, ഈ 1000 രൂപ റേഷക്കടയിൽ കൊടുത്താൽ അരി കിട്ടൂല. അത് അയാൾ അപ്പം മുമ്പിലുള്ള ആളുകളുടെ കണ്ണൊന്ന് വെട്ടിക്കാൻ ഈ വെള്ള നോട്ടിന് എന്നാ പിന്നെ അതുകൊണ്ട് അരി മേടിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാവാൻ കഴിയില്ല. അതെന്തിനാ കഴിയൂ? ഒരാള് ഒരു കറാഹത്ത് ചെയ്താൽ അവൻ പിന്നെ കറാമത്ത് കാണിക്കാൻ പറ്റൂല. പിന്നല്ലേ ഹറാം. കറാഹത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്, ഒരാൾ അയാൾക്ക് കറാമത്തുണ്ടാവും, ഉറപ്പാണ് മനുഷ്യന്. പക്ഷെ അവനൊരു കറാമത്ത് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് കറാമത്തുണ്ടാവില്ല. ഉണ്ടായാൽ അത് സിഹറാണ്, അത് മാരണവിദ്യയാണ്, കണ്ണുകെട്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പെടുത്തിട്ട് ശൈത്താനെ കാണിച്ചു. ശൈത്താൻ ഓടി. ബഹുമാനപ്പെട്ട ഇമാമിന അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഇബ്ലീസ് വന്നു. ആ ഇബ്ലീസിനെ ചെരുപ്പെടുത്ത് കാണിച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കണ്ട ഇബ്ലീസ് ഓടാൻ തുടങ്ങി. വലിയ മഹാന്മാരാണ്. അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടാൽ ഇബ്ലീസ് ഓടും. ഇപ്പൊ വലിയ മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെ കൂടെ ഇബ്ലീസ് നടക്കുക, ആ കൂടെ തന്നെ ഇബ്ലീസ് നടക്കുക. എന്റെ പ്രിയപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുത്തെ ഒരു വലിയ ആലിമിന്റെ, ഒരു മഹാനായ ആളുടെ ചെരുപ്പ് ഇബ്ലീസിനെ കൊണ്ടുപോയി കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, കാണിച്ച ആളോട്, അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇത് കിതാബിനെ വഫാത്തായി. മാനാഹാറുടെ ചെരുപ്പ് കണ്ടാൽ ഇബ്ലീസ് ഓടും. വഫാത്തായി. അപ്പൊ വേറൊരു വലിയ ശൈഖുനാന്റെ അവിടെ തന്നെ ജീവിച്ചിരിക്കണം ആളുകൾ ഹുനാക്കിയ ശൈഖുനാന്റെ ചെരുപ്പ് കൊണ്ടുപോയി കാണിച്ചു. ആ ചെരുപ്പ് കാണിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നല്ല ചെരുപ്പിന്റെ ഉടമ മരിച്ചു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു. ഇബ്ലീസ് കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തേതൊരു മനുഷ്യനും വലിയവനാകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിനെയും നിഴലിനെയും പിടിച്ചടക്കി വിടുമ്പോഴാണ്. കറാഹത്ത് ചെയ്തവൻ പോലും കറാമത്തിന്റെ ഉടമസ്ഥനാവുകയില്ല, ഉറപ്പാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രസംഗിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, കാര്യം പറയുക എന്നുള്ളത് ഇത് സുന്നത്യമാത്തിന്റെ അക്കീതയാണ്, വേറെ ആൾ അക്കീതല്ല. അല്ലാതെ പറയട്ടെ, കറാഹത്ത് ചെയ്യുന്നവന് വിലായത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല മോനെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരാൾ ഒരു വലിയ എന്താ പറയുന്നത് മഹാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകളൊക്കെ മുത്താനും മണത്താനും തിരക്കായി. മുത്താൻ പറ്റാത്തവര് കൈ മുത്തി, കാലി മുത്തി, മുത്താൻ പറ്റണത്തൊക്കെ മുത്തിയവനെ മുത്തി.
അങ്ങനെ ആളുകൾ വന്നപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഷെയ്ഖുനാൻ ഇപ്പൊ മുത്താൻ പറ്റൂല, ഷെയ്ഖുന ഉറക്കത്തിലാണ്, വേണമെങ്കിൽ നേരത്തെ മുത്തി മുരീദിനെ മുത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇയാളെ കാണാൻ വേണ്ടി പോയി. യഥാർത്ഥ വരി വരുന്നറിഞ്ഞപ്പോൾ വ്യാജൻ പമ്പ കടന്നു പോയി. മഹാനവർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തി. മുരീദന്മാര് പറഞ്ഞു, ശൈഖുന ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ വെളിയിൽ പോയിരിക്കുകയാണ്. മഹാനവർ ചോദിച്ചു, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എവിടെ? ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ മുരീദന്മാര് പറഞ്ഞു, ഇവിടെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്, എത്രയോ നാളുകളായി അദ്ദേഹം സുജൂദിൽ തന്നെയാണ്. ആ സമയത്ത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, ഇവൻ യഥാർത്ഥ വലിയല്ല. ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ അത്ഭുത കറാമത്തുകൾ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുക? ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു, അയാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ അത്? അതെ, അയാളുടെ മുൻകൈയുടെ മാത്രം അടയാളം ഇവിടെ കാണാം. ആ മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കാൻ പറഞ്ഞ സുന്നത്തായ രീതിയിലല്ല അയാൾ വെച്ച് നിസ്കരിക്കുന്നത് എന്ന് അയാൾ നിസ്കരിച്ച മുസല്ലയിലെ പാട് കാണുമ്പോൾ അറിയാം. ഹബീബായ നബിയുടെ ഒരു സുന്നത്ത് കേട്ടിച്ചവൻ ഒരിക്കലും. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് നോക്കണേ? നിങ്ങൾ എന്നെ കണ്ണ് കാണിച്ച് പേടിപ്പിച്ച കാര്യമില്ല. ഹബീബായ നബിയുടെ സുന്നത്ത് കേട്ടിച്ചവൻ കാമത്തിന്റെ ഉടമസ്ഥനാവുകയില്ല.